ഇന്നത്തെ നമ്മുടെ കഥയുടെ പേരാണ് ആദ്യ ശമ്പളം. ബോംബെ നഗരത്തിൽ നടന്ന ഒരു സംഭവമാണിത്. ആ മഹാനഗരത്തിലെ പാവപ്പെട്ട ഒരു വീട്ടിൽ പെഗ്ഗി എന്നു പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. മാതാപിതാക്കന്മാർ അവളെ സാമാന്യം നല്ല ഒരു പ്രൈവറ്റ് സ്കൂളിൽ ചേർത്തു. പക്ഷേ തുടർന്ന് പഠിക്കാൻ അവർക്ക് കാശില്ലായിരുന്നു. ദരിദ്ര കുടുംബങ്ങളിൽ വരുന്ന മറ്റു പെൺകുട്ടികളെപ്പോലെ ജോലി ചെയ്ത് പണമുണ്ടാക്കി പഠിക്കുവാൻ അവൾ തീരുമാനിച്ചു. താമസിയാതെ അവൾക്ക് ധനികയായ ഒരു വിധവയുടെ ബംഗ്ലാവിൽ ജോലി കിട്ടി. ഉച്ചവരെയാണ് സ്കൂൾ. സ്കൂൾ വിട്ട് വീട്ടിൽ വന്നാൽ അവൾ ബസ് കയറി ബംഗ്ലാവിലേക്ക് പോകും. പിന്നെ വൈകുന്നേരമാണ് തിരിച്ചു വരിക. പെഗ്ഗിയുടെ ജീവിതം വളരെ ദുഷ്കരമായിരുന്നു. പഠനവും ജോലിയും ബസ്സുയാത്രയും. രാവിലെയും വൈകുന്നേരവും മാത്രമായിരുന്നു പഠിക്കാൻ സമയം കിട്ടിയിരുന്നത്. എങ്കിലും അതെല്ലാം അവൾ പുഞ്ചിരിയോടെ നേരിട്ടു. ജോലി തുടങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞു. ബംഗ്ലാവിൻ്റെ ഉടമസ്ഥ ഒരു കവർ അവളുടെ കയ്യിൽ കൊടുത്തു. കൂപ്പുകയോടെ അവൾ അത് വാങ്ങി. അവൾക്കതിൽ അഭിമാനവും സന്തോഷവും തോന്നി. ബംഗ്ലാവിൽ നിന്നിറങ്ങിയപ്പോൾ അവൾ കവർ തുറന്നു നോക്കി. 100 രൂപയുടെ ഒരു നോട്ട്. ജീവിതത്തിൽ ആദ്യമായി സ്വന്തം അധ്വാനം കൊണ്ട് സമ്പാദിച്ച പൈസ. അവളുടെ ആദ്യത്തെ ശമ്പളം. അവളത് ഭദ്രമായി സ്കേർട്ടിന്റെ പോക്കറ്റിൽ നിക്ഷേപിച്ചു. റെയിൽപാത കടന്നു വേണം ബസ് സ്റ്റോപ്പിലെത്താൻ. അവൾ ധൃതിയിൽ റെയിൽപാത കടന്ന് പാഞ്ഞു വന്ന് ബസ്സിൽ കയറി. കുറച്ചു ദൂരം ചെന്നപ്പോൾ തനിക്കെന്തോ നഷ്ടപ്പെട്ടുവെന്ന ചിന്ത അവളെ ഞെട്ടി. ഹാൻഡ് ബാഗിൽ കൈയിട്ട് നോക്കി. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സ്കേർട്ടിന്റെ പോക്കറ്റിലൂടെ കൈവിരൽ ഓടിച്ചു. 100 രൂപ ഇട്ടിരുന്ന കവർ കാണാനില്ല. പെട്ടെന്ന് എഴുന്നേറ്റു. സീറ്റിലും ബസ്സിലും എല്ലാം നോക്കി. ഒരു പിടിയും കിട്ടുന്നില്ല. തൻ്റെ ആദ്യ ശമ്പളം എന്നേക്കുമായി നഷ്ടപ്പെട്ടതുപോലെ അവൾക്ക് താങ്ങാനാവാത്ത സങ്കടം വന്നു. എനിക്കൊരു കവർ നഷ്ടപ്പെട്ടു. എൻ്റെ ആദ്യ ശമ്പളം അതിലുണ്ടായിരുന്നു. പെഗ്ഗി ഡ്രൈവറോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങി അന്വേഷിക്കുന്നുവെങ്കിൽ വണ്ടി നിർത്തിത്തരാം. ഡ്രൈവർ നിർത്തിയതുകൊണ്ട് ഫലമില്ല. കവർ എവിടെ അറിയില്ലല്ലോ, അവൾ പറഞ്ഞു. വണ്ടി മുന്നോട്ട് നീങ്ങി. അത് കിട്ടുന്നയാൾക്ക് എന്നേക്കാൾ പണത്തിൻ്റെ ആവശ്യം കാണും, അവൾ പറഞ്ഞു. അത് നല്ല അഭിപ്രായമാണ്. അത് നിങ്ങൾക്ക് കിട്ടണമെന്നാണ് ഈശ്വര നിശ്ചയമെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലെത്തും. ഡ്രൈവർ, എന്നാലും എളുപ്പം കിട്ടാനുള്ള സാധ്യത കാണുന്നില്ല. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, ഡ്രൈവർ പറഞ്ഞു. ഇന്നു രാത്രി ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്, പെഗ്ഗി പറഞ്ഞു. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഡ്രൈവർ കൂട്ടിച്ചേർത്തു. അന്നു വൈകുന്നേരം പെഗ്ഗിക്ക് ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ല. കവർ തിരിച്ചു കിട്ടാൻ അവൾ തീവ്രമായി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അവൾ സ്കൂൾ കഴിഞ്ഞ് പതിവ് പോലെ വിധവയുടെ വീട്ടിൽ ജോലിക്കെത്തി. ഞാൻ തന്ന കവർ എവിടെ പോയി, അവർ ചോദിച്ചു. നടന്നതെല്ലാം അവൾ വിവരിച്ചു പറഞ്ഞു. എനിക്കത് നഷ്ടപ്പെട്ടു. എനിക്കതിൽ ദുഃഖമുണ്ട്. ദുഃഖിക്കണ്ട, ഇന്ന് രാവിലെ എനിക്കൊരാൾ ഫോൺ വിളിച്ചു. 100 രൂപയുടെ കവർ നഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. നിനക്ക് നൽകിയ 100 രൂപയുടെ കവറിനെ പറ്റി ഞാൻ പറഞ്ഞു. അവരുടെ ഭർത്താവ് റെയിൽപാത മുറിച്ചു കടക്കുമ്പോൾ ഒരു കവർ കിടക്കുന്നത് കാണുകയും അത് തുറന്നു നോക്കിയപ്പോൾ 100 രൂപയുടെ നോട്ട് അതിൽ നിന്ന് കിട്ടുകയും ചെയ്തു. കവറിലെ മേൽവിലാസത്തിൽ നിന്നാണ് എനിക്ക് ഫോൺ വിളിക്കാനും 100 രൂപയെപ്പറ്റി ചോദിക്കാനും അവർക്കിടവന്നത്. ഇതാ നിന്റെ പൈസ, വിധവ പറഞ്ഞു. നിങ്ങളോട് എനിക്ക് വളരെ കൃതജ്ഞതയുണ്ട്, പെഗ്ഗി തുടർന്നു. എത്ര അതിശയകരമായ രീതിയിലാണ് എല്ലാം സംഭവിച്ചത്. അന്ന് വൈകുന്നേരം വളരെ സന്തോഷത്തോടെയാണ് അവൾ വീട്ടിലേക്ക് വണ്ടി കയറിയത്. പെഗ്ഗിയുടെ പ്രസന്നമായ മുഖഭാവം കണ്ട് ഡ്രൈവർ പറഞ്ഞു, പെഗ്ഗി വളരെ സന്തോഷവതിയായിരിക്കുന്നല്ലോ. കാണാതെ പോയ ശമ്പളം തിരിച്ചു കിട്ടിയോ? കിട്ടി, ദൈവം സഹായിച്ച് എന്ന് പറഞ്ഞ് അവൾ നടന്നതെല്ലാം ഡ്രൈവറെ അറിയിച്ചു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അവിടത്തേക്ക് ഒന്നും അസാധ്യമായിട്ടില്ല. ഡ്രൈവറോട് സംഭാഷണം അവസാനിപ്പിച്ചത് അങ്ങനെയാണ്.